ഹരിശ്രീ യൂസഫ് എന്നാണ് പേരെന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കിയിട്ട് അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞ് കാണാറുണ്ട് പലരും പറയാറുമുണ്ട്. കൊള്ളാം കൊള്ളാം. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ സാറിനെ ഏറ്റവും നന്നായിട്ട് അനുകരിച്ച് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു കലാകാരനാണ് ഹരിശ്രീ യൂസഫ് ഖാൻ. യൂസഫ് ഖാൻ സ്റ്റേജിൽ നിന്നിട്ട് അച്ഛമാവനെ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റായിട്ടാണ്. സംസാരവും ആ ബോഡി ലാംഗ്വേജും ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണ്. സ്റ്റേജ് പ്രോഗ്രാമുകളിലെ മിമിക്രികളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യം എനിക്ക് ക്യാച്ച് ചെയ്യും. അദ്ദേഹം എങ്ങനെയാണ് അച്യുതാനന്ദ സാറിനെ എങ്ങനെയാണ് അനുഗ്രഹിക്കാൻ തുടങ്ങിയത് എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാവേലി കുമ്പത്ത് എന്നൊരു കാസറ്റിനെ പറ്റി നമ്മളാരും മറക്കത്തുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞെങ്കിൽ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട്, കാരണം ഇന്ന് അധികം സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളവർ ഇപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു കാസറ്റ് ഇറങ്ങാൻ വേണ്ടി ഓണാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാസറ്റ് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. അപ്പം അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പം ആ കാസറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള കൂട്ടത്തിലുള്ള ആൾക്കാരിൽ ഉള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു ഹരിശ്രീ യൂസഫ് ഖാൻ. പണ്ട് മനോജ് ഗിന്നസ് ആണ് പണ്ട് അച്യുതാനന്ദ സാറിനെ അനുകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം മറ്റൊരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വരാൻ വൈകി അവിടെ നിന്ന് വരാൻ പറ്റാതെ പറഞ്ഞ സമയത്ത് നാദിർഷയ്ക്കാണ് ഇത് നീ ചെയ്യുമെന്ന് പറഞ്ഞ യൂസഫ് ഖാനെ നിർബന്ധിക്കുന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് മനോജ് ഗിന്നസിനെയും കാത്തിരിക്കുവാണ് എല്ലാവരും. കാരണം അദ്ദേഹം വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഹൈലൈറ്റ് സത്യത്തിൽ അച്യുതാനന്ദൻ സാറാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വരില്ല എന്നുള്ളൊരു സംഭവം അറിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല കേട്ടോ. കാരണം ഒരു സെറ്റിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇത് കഴിയാതെ പോകാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. അത് എനിക്കാണെങ്കിൽ സാധിക്കത്തില്ല. നമ്മൾ അവിടെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അദ്ദേഹം വരില്ല എന്ന് അറിഞ്ഞോടുകൂടി ഇനി എന്ത് ചെയ്യും? അച്യുതാനന്ദൻ സാറിൽ അതെങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ഇത് ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും കൂടി നാദിർഷിക എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ്, എടാ നീ ചെയ്യണം, നീ ചെയ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യണത്. നിനക്ക് കുറച്ച് ചെറിയായിട്ട് നിനക്ക് അച്യുതാനന്ദ സാറിൻ്റെ ഒരു മുഖമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നാഷിക അച്യുതാനന്ദ സാർ ഇച്ചിരി കറുപ്പ് കളർ, ചെറിയൊരു നിറമൊക്കെ ഇച്ചിരി കളർ. ഞാനന്ന് നല്ല തൊടുത്ത് വെളുത്തിരിക്കുന്ന സമയമാണ്. ഇപ്പോഴത്തെ മുഖമല്ല, നല്ല വെളുപ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നല്ല വെളുപ്പല്ലേക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ ഏക്കുമോ? അവർ അതൊക്കെ നമ്മൾ മേക്കപ്പിൽ ഇച്ചിരി കറുപ്പിക്കാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി നേരെ ഏഷ്യാനെറ്റിൻ്റെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് വിനോദാണെന്ന് തോന്നണം. അന്ന് എന്നെ ആദ്യമായിട്ട് അച്യുതാനന്ദ സാറാക്കിയത് ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു, വിനോദ് ആണെന്നാണ് എൻ്റെ തോന്നൽ. ആയിരിക്കാം, ആണ്. അപ്പോൾ അദ്ദേഹം എന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് കറുപ്പിച്ച് കണ്ണടയൊക്കെ വെച്ച് നരപ്പിച്ച് ഇതൊക്കെ വെച്ച് വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് ഏകദേശമൊക്കെ കറക്റ്റാണല്ലോ. അപ്പോൾ ആ കിളിയൊക്കെ അങ്ങനെ ഞാൻ പിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിടിച്ചോടുകൂടി ഉണ്ടല്ലോ, എല്ലാവരും പറയും ഇത് കറക്റ്റ് അച്യുതാനന്ദൻ, ഇത് മതി, ഇതൊക്കെ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം കണ്ട് കൂടുകയാണ്. അങ്ങനെ ആ സ്ക്രിപ്റ്റിൽ ആദ്യമായിട്ട് ഞാൻ അച്യുതാനന്ദനെ ഞാൻ അനുകരിക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏഷ്യാനെറ്റിലാണെങ്കിലും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു പടച്ചോനെ അപ്പം നമുക്കൊരു ജീവിക്കാനുള്ള ഒരു വഴി കൂടി തുറന്നു കിട്ടി. അപ്പം ഞാൻ അന്ന് മുതൽ ഒരു ജുബ്ബ, ഒരു മുണ്ട് അദ്ദേഹം എൻ്റെ ഉപയോഗിക്കുന്ന കണ്ണട സ്വന്തമായിട്ട് വാങ്ങി. പിന്നെ ഞാൻ എവിടെ പോയാലും ആ ബാഗിൽ കണ്ണടയും ജുബ്ബയും അദ്ദേഹത്തിന് മുണ്ടും ഉണ്ടാവും. നമ്മളൊക്കെ മിമിക്രി ഒക്കെ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് സഖാവിനെ നമ്മൾ അനുകരിക്കുമെങ്കിൽ പോലും അത് ശരിക്കും സഖാവിനെ അല്ല നമ്മൾ അനുകരിച്ചുകൊണ്ടിരുന്നത്, ഈ യൂസഫിക്കനാണ്. കാരണം യൂസഫിക്ക അനുകരിച്ചിട്ടാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നത് നമ്മൾ സ്കൂൾ കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കേരളത്തിൽ ഒരുപാട് മിമിക്രിക്കാരും കൂടുതലായിട്ട് ഇപ്പം അനുകരിക്കുന്നത് ശരിക്കും അച്യുതാനന്ദ സാറിനെ ആയിരിക്കില്ല. പക്ഷേ പക്ഷേ കൂടുതലായിട്ട് അനുകരിക്കുന്നത് ഈ യൂസഫിക്ക ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പിന്നീട് പിൽക്കാലത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഇക്കയ്ക്ക് സഖാവിനെ കാണാൻ വേണ്ടി ഒരു അവസരം ഉണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ മാവേലി കുമ്പത്തിൻ്റെ കാസറ്റ് എഴുതാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പാരഡിയും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആലുവ പാലത്തിൽ താമസിക്കുന്ന സമയത്ത് അവിടെ അച്യുതാനന്ദ സാറുണ്ടായിരുന്നു. സഖാവിനെ കാണാൻ വേണ്ടിയിട്ട് സഖാവിനെ കണ്ടെങ്കിൽ പോയി പരിചയപ്പെടാൻ പുള്ളി ഒരു ധൈര്യം പോരായുണ്ട്. നാദിർഷൊക്കെ പറഞ്ഞിട്ട് പോലും പുള്ളി പോയി കാണാണ്ട് പേടിച്ച് മാറി നിൽക്കാറ്. പക്ഷേ പിറ്റേ ദിവസം നമ്മുടെ ടി വി ടോമും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുപോയിട്ട്
സഖാവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു രംഗമുണ്ട്. നാഷികയുടെ ഞാൻ പറഞ്ഞു, നാഷിക അച്യുതാനന്ദ സാറ് വന്നിട്ടുണ്ട്, താഴെ അച്യുതാനന്ദ സാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം നാഷിക പറയണം, അത് നിനക്ക് പരിചയപ്പെടാൻ പറ്റില്ല, ഞാൻ ഇരിക്കുന്ന ആളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നാഷിക, എനിക്കൊരു പേടി, കാരണം നമ്മൾ അനുകരിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും പ്രതികരണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവരൊക്കെ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ചില ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ട് ഞാനത് ഒന്നും മിണ്ടില്ല, ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കാണാനൊന്നും പോയൊന്നുമില്ല. അപ്പോൾ പിറ്റേന്ന് ടിനി ടോമും കുറച്ച് ടീം 1-2 മിമിക്രി ആർട്ടിസ്റ്റുകളുടെയൊക്കെ വന്ന്. അപ്പോൾ അവർ വന്നപ്പോഴും എന്നോട് പറഞ്ഞ്, അച്യുതാനന്ദ സാറ് റൂമിലുണ്ട്, യൂസഫിന് കാണാൻ പറ്റില്ല. ഞാൻ പോയിട്ടില്ല ടിനി, ഞാൻ കണ്ടായിരുന്നു, പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു. ഇതെന്താണ് യൂസഫ്, ഇതൊക്കെയല്ലേ ഏറ്റവും നല്ല അവസരം, എനിക്ക് കണക്ഷൻ ഉണ്ട്, പരിചയം, അവർ ചെല്ലാൻ പറയും, ഞാൻ കൊണ്ടേ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ടിനി ടോമും എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ സാറിക്ക് ഒരു കട്ടിലയിൽ ഒരു സാധാ ഒരു മനുഷ്യൻ, എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല, ഒരു സാധാരണ ഒരു വ്യക്തി ഇരിക്കുന്ന പോലെ തന്നെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു കാർന്നൊരു കട്ടിലിരിക്കുന്ന പോലെ തന്നെ കട്ടിലിരിക്കണം അദ്ദേഹം. അപ്പോൾ ഞാൻ കൈകൂപ്പിയായിരുന്നു കേട്ടോ, കാരണം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ടിനി ടോമും ആദ്യമൊന്നും പറഞ്ഞില്ല, കുറച്ച് സംസാരിച്ചിട്ട് മിമിക്രിക്കാരാണല്ലേ, എന്താണ് ഇവിടെ ഞങ്ങൾ. അപ്പോൾ ദേമാവേലി കുമ്പത്തെന്ന് പറഞ്ഞൊരു ആക്ഷേപഹാസ്യ ഓഡിയോ കാസറ്റ് എഴുതാൻ വേണ്ടി, കൊള്ളാം കൊള്ളാം, ജനങ്ങളെ ചിരിപ്പിക്കുന്നവരല്ലേ, കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ടിനി പറഞ്ഞു, സാറിനെ ഞങ്ങൾ ഇതിലൊക്കെ അനുകരിക്കാറുണ്ട്. അപ്പോൾ സാറിനെ അനുകരിക്കുന്ന വ്യക്തിയാണിത്, ഹരിശ്രീ യൂസഫ് എന്നാണ് പേരെന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കിയിട്ട് അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞ്, കാണാറുണ്ട് പലരും പറയാറുമുണ്ട്, കൊള്ളാം കൊള്ളാം. അതും എനിക്ക് വലിയൊരു ഇതായിപ്പോയി, കാരണം സാധാരണ ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ, തനിക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ, ആളുകളെ കളിയാക്കാൻ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം അത് എന്നെ പ്രോത്സാഹിപ്പിച്ചു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ചിരിയും അതും എനിക്ക് വലിയൊരു ഭയങ്കര എന്താ പറയുക, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകിയ നിമിഷങ്ങളായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.